ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കേസ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ചക്കരയുടെ ബർത്ത്ഡേ ആണെന്നുള്ളത്. അപ്പം അതായത് നമ്മൾ ഫുഡൊന്നും ഇപ്പോൾ അവരാരും എത്തിയിട്ടില്ല, മാരേജ് ഫംഗ്ഷന് പോയിട്ട് എല്ലാവരും വൈകിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ അവർ വരും മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് മേടിക്കും. പക്ഷേ കാപ്പിയാണ് വാങ്ങിക്കുന്നത്. കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും. പിന്നെ പായസം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവരാരും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ എന്താ നമ്മുടെ അടുത്ത കടയിൽ പോയിട്ട് പാലും പിന്നെ അതുപോലെ പായസം വയ്ക്കാനുള്ള മിക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഈ പായസം അതായത് ബ്രഹ്മസലി സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയാക്കണം. ബാക്കി കാപ്പി പുറത്തുനിന്ന് മേടിക്കും. അപ്പോൾ ഗെയ്സ് നമുക്കിതാ കണിക്കൊന്ന ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കണിക്കൊന്ന ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ ഒടിച്ചപ്പോഴത്തേക്ക് എന്നെയും കൂടി ഇതാ തന്നിട്ടുണ്ട് കണ്ട. അപ്പം നാളെ നമുക്ക് കണി കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും അതൊക്കെ നമുക്കുള്ള ആചാരമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഹിന്ദുക്കൾക്കുള്ളിൽ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും എല്ലാം ആഘോഷിക്കാം. ഓണമായാലും വിഷു ആയാലും ദീപാവലി ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാൾ എല്ലാവർക്കും എല്ലാം ആഘോഷിക്കാം. നമ്മൾ മനുഷ്യരെല്ലാം ഒന്നല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം. പിന്നെ ഇതെന്ന് പറയുമ്പം ഇത് നമ്മൾ മുമ്പേ ഇതുപോലെ കുറച്ച് പൂവൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉറക്കം എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ നോക്കുമായിരുന്നു അടുത്ത് കൊണ്ട് വെച്ചിട്ട്. ബാക്കി ഫ്രൂട്ട്സും വെജിറ്റബിളും ഒന്നും വെക്കില്ലെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പൂവ് കിട്ടുമ്പോഴത്തേക്ക് വയ്ക്കുമായിരുന്നു. പക്ഷെ ഇതാ ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നാളെ നമുക്ക് കണി കാണാനായിട്ട് എടുക്കാം. ഓക്കെ. അങ്ങനെ ഇതാ കണിക്കുന്നയും ഉണ്ട്, റോസാപ്പൂവും ഉണ്ട്. എന്തൊരു ഭംഗിയാന്നൊക്കെയാണ്. എനിക്ക് റോസയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കണ്ട അടിപൊളി. മനസ്സിനൊരു പ്രത്യേക സന്തോഷം. നമ്മൾ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കൾ കാണുമ്പോഴത്തേക്ക് മനസ്സിന് നല്ലൊരു ഇതാണ്. ഇങ്ങനെ നമ്മൾ പായസം വയ്ക്കാനായിട്ട് പോവേനേട്ടാ. കവർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സ് തട്ടിയിട്ടൊന്ന് പായസം വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നെയ്യിൽ ഇതൊന്ന് വറുക്കണം. നെയ്യ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഇരിപ്പുണ്ട്, നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പാത്രം വെച്ചിട്ടുണ്ട്, ഇതിലിട്ട് വയ്ക്കാം. ചെറിയൊരു പാത്രത്തിലാണ്, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അതുകൊണ്ടിട്ട് കുറച്ച് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നെയ്യ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോയും എടുക്കണം പിന്നെ ഇതും കൂടി ചെയ്യാനായിട്ട് വരില്ല. അപ്പോൾ നമുക്കിത് എന്തായാലും കാണാം. ഓക്കെ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇതാണ് സംഭവം. അപ്പോൾ ഈ പാക്കറ്റ് കൂടെ പൊടിച്ച് വെക്കാം നമുക്ക്. ഇതെന്തോ പൊട്ടിക്കാൻ ഇത്ര പാട്. ഓക്കെ ഓക്കെ, പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് ഇതും കൂടി പൊട്ടിക്കാം. അത് കുറച്ചേ ഉള്ളൂ. അപ്പം ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് ഫുള്ള് ഇട്ടു. അടുത്ത വേവ് കാണിക്കാം. ഇതും കൂടി ഇടാം. അപ്പോൾ നമ്മളിതാ വേറെ കുറച്ചും കൂടി തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി കുറച്ചുകൂടി നമുക്ക് വെച്ചേക്കാം. ഇത് മതി. ഇതൊന്നും ആരും ഒരുപാട് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ സംഭവം ഇട്ടിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, കുറച്ച് മതി. നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമ്മളിതാ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ.
നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് പാലൊക്കെ ഒഴിച്ച് നെയ്യും എല്ലാമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് പാലും കൂടി വീഴ്ത്തണം. അപ്പോൾ ഏകദേശം ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ മുട്ടായിയും ലഡുവും അലുവയൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കര അങ്ങനെ ഗേസ് നമ്മുടെ ചക്കരക്കുട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാനായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ വേറെ ഡ്രസ്സ് ഇടാൻ ഇവിടെ കൊണ്ടുവന്നില്ല അല്ലേ, പുതിയ ഡ്രസ്സ്? നൈറ്റിയിലാണ് വന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെയുണ്ട്? അടിപൊളി, ഇഷ്ടപ്പെട്ടില്ലേ? നല്ല കളറും അടിപൊളി. പക്ഷെ വേറൊരു കാര്യം കൂടി, നിജാസ് എടുത്ത ഷർട്ടും ഇതേ കളറ്. പക്ഷെ അവരിത് കണ്ടിട്ടല്ല എടുത്തത്. ഏത് കളറാണെന്ന് ഓർമ്മയില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയപ്പോ രണ്ടുപേരും ഒരേ കളറ്. ഞാൻ കാക്കു ഡ്രസ്സ് എടുത്തിട്ട് അപ്പുറത്തെ റൂം പോയി മാറ്റാനുണ്ടോ, ഞാൻ ഇവിടെ ഡ്രസ്സ് എടുത്ത് മാറ്റിയിരുന്നു. അപ്പൊ കാക്കുവിന്റെ ഫോണിൽ എന്തോ കേട്ടപ്പോ ഞാൻ പിന്നെ വാതിൽ തുറന്ന് ഞാനും പുറത്തിറങ്ങാൻ കാക്കുള്ളൂ. രണ്ടുപേരും ഒരേ കളർ, രണ്ടുപേരും ഒരേ കളറായി. അടിപൊളി, ഇട്ടിട്ട് നല്ല രസമുണ്ട്. കനപ്പെടുത്തണ്ടേ ഞങ്ങൾക്ക്? ആരും അപ്പാ മുട്ടായി, ചോക്ലേറ്റ്, അലുവ, ലഡു, ഇനി പായസമുണ്ട്. പായസം എടുത്തില്ലേ? പായസം കൂടി എടുത്തോണ്ടേ. നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കി, എനിക്കതാണെന്നോ കളർ നോക്ക്, ഒരേ കളറ്, നല്ല രസമുണ്ട്. അടിപൊളി കളറ്. ഷർട്ട് രണ്ടുപേരും ഒരേ കളറായി. ഇത് ഏകദേശം ആ കളർ എടുത്ത് വന്നിട്ടുണ്ട്. കൂട്ടാ നമ്മളെ കർട്ടന് ഏകദേശം ആ കളറായിട്ടുണ്ട്. അങ്ങനെ ഗേസ് കേക്കും ചോക്ലേറ്റ്സും എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് കേക്ക് മുറിക്കാനായിട്ടൊക്കെ പോവേനേട്ടാ. അപ്പോൾ അവൾ കളിയാക്കുന്നുണ്ട്. ആ തൊപ്പിയൊക്കെ എടുത്ത് വച്ചിട്ട് ജോക്കറാണെന്ന് പറഞ്ഞൊക്കെ എല്ലാവരും കളിയാക്കുന്നു. അപ്പോഴും അൽഹംദുലില്ലാ അപ്പം ചക്കര വന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നിജാസ് വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിജാസിൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഏകദേശം കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം രണ്ടുപേരും എടുക്കുന്ന ഒരു വീഡിയോ തന്നെയല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആരെങ്കിലും ഒരാളെടുത്താൽ മതിയല്ലോ. അപ്പോൾ നിജാസ് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇൻഷാ അല്ലാ അത് നമ്മൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇരുന്ന് ഇൻഷാ അല്ലാ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ചക്കരയ്ക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതായത് അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാനും നിജാസിൻ്റെ ഉമ്മായും എൻ്റെ സഹോദരനും നമ്മളെ മൂന്നുപേരും കൂടി അറിഞ്ഞും കൊണ്ടുള്ളൊരു സസ്പെൻസായിട്ട് വെച്ചിരുന്ന് അവൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും ഡ്രസ്സ് കൊടുത്തു. പിന്നെ അവൻ നിജാസിൻ്റെ ഉമ്മ ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ്സ് കൊടുത്തു. നിജാസിൻ്റെ വകയായിട്ട് റിങ്ങാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം നിജാസിൻ്റെ ഉമ്മ ഗിഫ്റ്റ് എടുക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമൻ്റെ വക, അതായത് എൻ്റെ സഹോദരൻ്റെ വക ഗിഫ്റ്റ് എടുക്കാനായിട്ട് ഉമ്മ അടുത്തും പറഞ്ഞ് പോയി എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന ഗിഫ്റ്റാണ് ചക്കര ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിജാസിൻ്റെ ഉമ്മയുടെ വക ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അടുത്തത് മാമൻ്റെ വക ഗിഫ്റ്റ് കൊടുത്ത്. അപ്പം ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത്. അപ്പോൾ ഇനി കേക്ക് മുറിക്കുന്ന ചടങ്ങുണ്ട്.
അങ്ങനെ അൽഹംദുലില്ലാ കേക്കൊക്കെ മുറിച്ചത് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ ചെറിയ ചെറിയ പീസുകളായിട്ട്. അപ്പം കേക്ക് അടിപൊളി കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്താഘോഷം വന്നാലും നമ്മൾ കേക്ക് ഓർഡർ ചെയ്യുന്നത് ത്രിവേണിയിൽ നിന്നാണ്. അതായത് നമ്മളെ പള്ളിമുക്കിലും കടക്കിലൊക്കെ ഉണ്ട് ത്രിവേണി ബേക്കറി. അപ്പം നമ്മൾ അവിടെ നിന്നാണ് കേക്ക് എല്ലാം ഓർഡർ ചെയ്യുന്നത്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമ്മുടെ ഫാമിലിയിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും കേക്ക് അവിടെ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരേ പീസ് കേക്ക് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ എന്നെ അടുത്ത് നമ്മൾ കാപ്പി കുടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഫുഡ് കഴിക്കണം. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് നിന്നിട്ട് തന്നെ ലേറ്റായി. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും എല്ലാം റാഹത്തായിട്ടൊക്കെ നടന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ബർത്ത്ഡേ ഇതുപോലെ ആഘോഷിക്കാനായിട്ട് പടച്ചോൻ അതിനുള്ള ആയുസ്സും ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അപ്പം എന്താണ് പറയുന്നത്, വയസ്സ് എത്രയാണെന്നുള്ളത് പറയത്തില്ല. കാരണം അന്ന് ബർത്ത്ഡേയിൽ അന്ന് എന്തായാലും പറഞ്ഞുവിടല്ലോ, അതുകൊണ്ടിട്ട് വയസ്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴത്തേക്കും ഒരാളും കൂടി ഉണ്ടാവും നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആപത്തൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ടെ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. കാരണം ഒരാപത്തൊന്നും ഇല്ലാതെ അമ്മയും കുഞ്ഞിനെയും കിട്ടാനും, അതുപോലെ തന്നെ അടുത്ത ബർത്ത്ഡേയും ഇതുപോലെ സന്തോഷമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കാനൊക്കെ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കേക്കൊക്കെ ഏകദേശം പകുതിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും കൊടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. ഓരോ ഗിഫ്റ്റും ഇട്ട് നമ്മൾ കാണിക്കുക. അതായത് ഡ്രസ്സ് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നതാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത 2 പേരുടെ ഡ്രസ്സ് കൂടി ഇട്ട് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഗിഫ്റ്റ് ഇതാണ് മാമൻ്റെ വകയായിട്ട് കൊടുത്ത ഡ്രസ്സ്, അതായത് സഹോദരൻ്റെ വകയായിട്ട്. അപ്പം ഞാനും കൂടിയാണ് പോയി എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കളർ ഇതായിരുന്നു. അപ്പം അവൾക്ക് ഇല്ലാത്തൊരു കളറും കൂടിയാണ്. അങ്ങനെയാണ് ഇതെടുത്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്ന കണക്കല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് കളറും നല്ല രസമുണ്ടെന്ന് വെച്ചാൽ അടിപൊളി തന്നെ. അപ്പം അത് മാമൻ്റെ ഗിഫ്റ്റാണ്. പിന്നെ അതുപോലെ നിജാസിൻ്റെ ഉമ്മ കൊടുത്ത ഗിഫ്റ്റ് അത് വേറൊരു കളറാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ഇട്ടിങ്ങനെ ഡ്രസ്സിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇത് മാമൻ്റെ വകയായിട്ട് കൊടുത്തതും ഉമ്മയുടെ വകയായിട്ട് കൊടുത്തതും ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. അടുത്തത് നിജാസിൻ്റെ ഉമ്മയുടെ വക ഡ്രസ്സാണ്. അതൊരു യെല്ലോ കളറാണ്. അപ്പം അങ്ങനെ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ചെറിയ രീതിയിൽ ബർത്ത്ഡേ ആഘോഷിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാം. അപ്പോൾ ഇനി ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്. അപ്പം അതൊക്കെ ചെറിയ രീതിയിലായിരിക്കും ആഘോഷിക്കുന്നത്. കാരണം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേക്ക് പായസം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അതായത് പൊറോട്ടയും പിന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയതല്ല, വാങ്ങിയതാണ് കേട്ടോ. അപ്പം ചിക്കൻ കറിയും പായസം ഇവിടെ ഉണ്ടാക്കി. ബാക്കി 2 സംഭവങ്ങളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വിഷുക്കണി കാണാനായിട്ട് കുറച്ച് പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. യെല്ലോ ഡ്രസ്സും അതുപോലെ തന്നെ പൂവും കൂടിയൊക്കെ ആയപ്പോഴത്തേക്കും. അങ്ങനെ ഗെയ്സ് അൽഹംദുലില്ലാ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ചെറിയ രീതിയിൽ ആഘോഷിച്ച്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.